നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നോക്ക് സുന്ദരി, കൊല്ലം ജില്ലയുടെ കളക്ടറായ അധികാരത്തിലെത്തി ആദ്യം തന്നെ സുന്ദരി ഞങ്ങൾക്കിട്ടൊന്ന് കൊട്ടി. ഞങ്ങളുടെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം മുടക്കി, ടെൻഡറുകൾ ഫ്രീസ് ചെയ്തു. എന്തിന്? ക്രിസ്റ്റിയെ കൊലപാതക കേസിൽ കുടുക്കി അകത്താക്കി. അത്രയൊക്കെ ചെയ്യുമ്പോ തിരിച്ചെന്തെങ്കിലും ചെയ്യാതിരുന്ന ഞങ്ങളല്ലാതായി പോകും. അതുകൊണ്ടല്ലേ ഒരു നൈസ് പണി തന്ന് ആ കളക്ടർ കസേരങ്ങ് തെറിപ്പിച്ചത്. കഴിഞ്ഞു, അതോടെ കഴിഞ്ഞു. അവിടെ ഞങ്ങൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ എന്തിനാ സുന്ദരി ഞങ്ങൾക്കിട്ട് ചൊറിയാൻ വരുന്നേ? വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് നിങ്ങളല്ലേ? ഞാൻ ആയുധം വെച്ച് കീഴടങ്ങിയില്ലെങ്കിലോ? ഞാൻ ക്രിസ്ത്യൻ ഡയനെ കാണുന്നത് പോലും ഈ കൊല്ലം നഗരത്തിൽ വന്നതിന് ശേഷോ? നിങ്ങളോട് പക കാണിക്കാൻ, നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ നമ്മൾ തമ്മിൽ പൂർവ്വ വൈരാഗ്യമൊന്നുമില്ലല്ലോ. അപ്പൊ സ്വയം ഒന്ന് ആലോചിച്ചു നോക്ക്. എന്തുകൊണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം മുടങ്ങിയെന്ന്, എന്തുകൊണ്ട് ടെൻഡറുകൾ ഫ്രീസായെന്ന്, എന്തുകൊണ്ട് ക്രിസ്റ്റിക്ക് ജയിലിൽ പോകേണ്ടി വന്നു എന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ നിൽക്കുന്ന മണ്ണ് ഏതാന്ന്. ഒന്ന് ഉറപ്പടായാന, ഇവിടുത്തെ പട്ടിണി പാവങ്ങളെ കൊള്ളയടിച്ച് ജീവിക്കുന്നവർക്കെതിരെ സുന്ദരി ആയുധം എടുത്തിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കത് താഴ്ത്തി വെക്കാനുള്ളതല്ല. അന്ത്യം കണ്ടിട്ട് സുന്ദരി മടങ്ങും. അല്പ ആയാസമുള്ള അതിമോഹ സുന്ദരിയുടെ മനസ്സിലുള്ളതെന്ന് ഞാൻ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. തിരികെ കളക്ടർ കസേരയിലേക്ക് വരാനാകുമെന്ന് ഇപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ടല്ലേ? അത് വെറും ഒരു വിചാരവും അതിമോഹവും അല്ല ഡയാന. എന്റെ അവകാശമാണത്, അർഹതയാണത്. നന്മയ്ക്കും നേരിന് നിരക്കാത്തതൊന്നും ജീവിതത്തിൽ ഇന്നോളം ഞാൻ ചെയ്തിട്ടില്ല.